ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ടു ഡു ലിസ്റ്റ് വെച്ചിട്ട് രാവിലത്തെ കുറേ ജോലികൾ എങ്ങനെ കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളതാണ് കേട്ടോ കാണിക്കുന്നത്. ഇതിന് മുന്നേ ഇതുപോലെ വൈകുന്നേരത്തെ കുറച്ച് ജോലികൾ ഇതുപോലെ ടു ഡു ലിസ്റ്റൊക്കെ എഴുതി പ്രയോറിറ്റി ലിസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ചെയ്ത് തീർക്കുന്നത് കാണിച്ചിരുന്നു. അപ്പം കുറച്ച് പേര് പറഞ്ഞിരുന്നു ഇനിയും ഇതുപോലെ ചെയ്യുമ്പോൾ കാണിക്കണമെന്ന്. അതനുസരിച്ചിട്ട് ഞാൻ ഇതുപോലെ മോർണിംഗിൽ ഞാൻ ചെയ്തപ്പോഴത്തേനും എടുത്തൊരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ജോലികൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ വീട് മൊത്തത്തിലൊന്ന് പെട്ടെന്നൊരു പിക്കപ്പ് റൂട്ടീൻ ചെയ്യുക, പെട്ടെന്നൊന്ന് ക്ലീനാക്കി ഇടുക, പിന്നെ ഒന്ന് ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡൈനിങ് ഏരിയ ആണ് കേട്ടോ ഞാൻ ചൂസ് ചെയ്തത്. അതുപോലെ നമുക്ക് വീഡിയോ തംബ്നെയിൽ ചെയ്യാനുണ്ട്, പിന്നെ അന്നത്തെ വർക്കൗട്ട് ചെയ്യാനുണ്ട്, അതുപോലെ മന്ത്ലി ക്ലീനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് ടാസ്കുകൾ അതൊന്ന് സെറ്റാക്കി വെക്കണമെന്നുണ്ട്. അതുപോലെ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കണം. പിന്നെ ലാസ്റ്റ് നമ്മൾ ലഞ്ചിന് വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്, ബാക്കിയും കൂടി കംപ്ലീറ്റ് ചെയ്ത് ആ ലഞ്ച് പ്രിപ്പറേഷൻ ഫിനിഷ് ചെയ്യണം. ഇത്രയാണ് കേട്ടോ അന്നത്തെയുള്ള ടാസ്കുകൾ. രാവിലെയുള്ള ക്വിക്ക് ക്ലീനിങ് ഇല്ലേ, എല്ലാ റൂമിലും ഒന്ന് ബേസിക്കായിട്ട് ഒതുക്കിയിടുന്നത്, അത് ഞാൻ ചെയ്തു. പക്ഷേ അതിൻ്റെ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ. അതിന് ശേഷം ഡൈനിങ് ഏരിയ ഒന്ന് ഫോക്കസ്ഡ് ആയിട്ട് ക്ലീൻ ചെയ്യണമെന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഒന്ന് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ടാസ്കിനും ഏകദേശം സമയം അസൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ക്ലീൻ ചെയ്യാവുന്നതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ വേഗം തന്നെ ഡൈനിങ് ടേബിൾ ഒന്ന് കുറച്ചുകൂടി ക്ലീൻ ആക്കാനുണ്ട്. അപ്പം അതിൻ്റെ മേലെയുള്ള ഐറ്റംസ് എല്ലാം തന്നെ എടുത്ത് മാറ്റിയിട്ട് പെട്ടെന്നൊന്ന് ക്ലീനാക്കി ഇടുകയാണ്. അപ്പോൾ അവിടെ വെച്ചിരുന്നൊരു പ്ലാന്റ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് കുറേ ഇങ്ങനെ വാടിയും മഞ്ഞ ലീവ്സൊക്കെ വന്നിരിക്കുന്നത് കണ്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു കയ്യോടെ അതങ്ങ് കട്ട് ചെയ്ത് മാറ്റി ക്ലീനാക്കി ഇടാം, അതല്ലെങ്കിൽ പിന്നെ വീക്കെൻഡൊക്കെ ആവണം. അപ്പോൾ ഞാനിതുപോലെ ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ എന്തെങ്കിലും ഇതുപോലെ കാണുമ്പോൾ ആ ഒരു ഏരിയ ക്ലീൻ ചെയ്യുമ്പോഴാണ് ഇത് കാണുന്നതെന്നുണ്ടെങ്കിൽ അതും കൂടി അങ്ങ് ചെയ്യാൻ ശ്രമിക്കലുണ്ട് കേട്ടോ. ശരിക്കും ഈ പ്ലാന്റ്സിന് ആ യെല്ലോ ലീവ്സും അതിൻ്റെ ഇടയിലുള്ള എന്തെങ്കിലും പുല്ലൊക്കെ വളർന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് കറക്റ്റായിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്ത് നിർത്തുകയാണെങ്കിൽ തന്നെ പ്ലാന്റ്സ് നല്ല ഉഷാറായിട്ട് നിൽക്കുന്നത് കാണലുണ്ട് കേട്ടോ. പിന്നെ ഡൈനിങ് ടേബിളിൻ്റെ സൈഡ് കൗണ്ടറിലുള്ള ഏരിയ ഒന്ന് ക്ലീൻ ചെയ്യുകയാണ്. മിക്കവാറും എപ്പോഴൊരു ക്ലട്ടർ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു ഏരിയ ആണെന്ന് പറയാം. എപ്പോഴും ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും സാധനങ്ങൾ അവിടെ എപ്പോഴും കൊണ്ടുവന്ന് വെക്കലുണ്ട്. അപ്പം ആ ഒരു ഏരിയ റെഗുലറായിട്ട് ക്ലീൻ ചെയ്ത് പോയില്ലെങ്കിൽ എപ്പോഴും പണി കിട്ടും. അപ്പോൾ എൻ്റെ ടൈം തീരുന്നവരെ അത്യാവശ്യം ഞാനൊന്ന് ക്ലീൻ ചെയ്തു. അപ്പം സമയം കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ അടുത്ത ടാസ്കിലോട്ട് കടന്നു കേട്ടോ. അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞാൽ വർക്കൗട്ടാണ്. ഒരു 30 to 40 മിനിറ്റ്സ് ഉണ്ടാവുന്ന വർക്കൗട്ടുകളായിരിക്കും കേട്ടോ ചെയ്യാനുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഒരു 6000 സ്റ്റെപ്സും എടുക്കാനുണ്ടാവും. അപ്പം എല്ലാ ദിവസവും എനിക്ക് കൃത്യമായി ചെയ്യാൻ ഇല്ലെങ്കിലും നമ്മൾ കഴിയണ പോലെ മാക്സിമം ശ്രമിക്കലുണ്ട്. അപ്പം രാവിലെ വർക്കൗട്ട് ചെയ്താലാണ് അടുത്ത ഈവനിങ്ങിലെങ്കിലും നമുക്ക് സ്റ്റെപ്സ് എടുക്കാൻ നോക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ആ ഒരു കാര്യം പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കട്ടെ കേട്ടോ. ഞാനിങ്ങനെ എക്സസൈസ് ചെയ്യുന്ന വീഡിയോസ് കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ കാണുമ്പോൾ കുറേ പേർക്കെങ്കിലും ഒരു മോട്ടിവേഷൻ കിട്ടുമല്ലോ, വർക്കൗട്ട് ചെയ്യണം, കുറച്ചും കൂടി ഹെൽത്തിന് ഫോക്കസ് കൊടുക്കണം, അങ്ങനെ ഒരു ആർക്കെങ്കിലും ഒരു മോട്ടിവേഷൻ കിട്ടണമെങ്കിൽ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പൊതുവേ എനിക്കിങ്ങനെ എക്സസൈസ് വീഡിയോയിൽ കാണിക്കാൻ അത്ര വലിയ താല്പര്യമുള്ള ആളല്ല. എന്നാലും ആർക്കെങ്കിലും അങ്ങനെ ഒരു കുറച്ചെങ്കിലും എനിക്കങ്ങനെ തോന്നലുണ്ട്. നമ്മളിങ്ങനെ കാണുമ്പോഴത്തേനും മറ്റുള്ളവർ ചെയ്യുന്നത് കാണുമ്പോൾ നമുക്കൊരു മോട്ടിവേഷൻ കിട്ടാറുണ്ട്. അതുകൊണ്ട് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് കേട്ടോ. അതുപോലെ നല്ലപോലെ വെള്ളം കുടിക്കാനും ശ്രമിക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ 2 സ്റ്റീൽ ബോട്ടിൽ എടുത്ത് വെച്ചിട്ട് അത് രണ്ടും ഫിനിഷ് ചെയ്യാൻ വേണ്ടി നോക്കും. വർക്കൗട്ടൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ എസ്പെഷ്യലി വെള്ളം കുടിക്കണം. അതല്ലെങ്കിലും ഇപ്പം നല്ല വെയിലിൻ്റെ സമയമായതുകൊണ്ട് നമുക്ക് ഇൻഫെക്ഷൻസൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വെള്ളവും നമ്മൾ നല്ലപോലെ തന്നെ കുടിക്കണം. ഒരിച്ചിരി നേരം വെള്ളമൊക്കെ കുടിച്ച് റിലാക്സ് ചെയ്തിരുന്നു. അപ്പം ഞാൻ പിന്നെ അതിന് ശേഷം നമ്മുടെ ലിസ്റ്റ് ഒന്ന് നോക്കി. അപ്പോൾ അത് പിക്കപ്പ് കഴിഞ്ഞിട്ടുണ്ട്, ഡൈനിങ്ങിൽ അത്യാവശ്യം ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട്, പിന്നെ അതുപോലെ വർക്കൗട്ടും ചെയ്തു അല്ലേ. ഇപ്പം എന്തായാലും ഒന്ന് നല്ലപോലെ വേർത്തിട്ടൊക്കെ ഉണ്ട്, കുറച്ച് നേരം ഒന്നും ഇരിക്കാതെ പറ്റില്ല. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ വിചാരിച്ചു ആ ക്ലീനിങ് ലിസ്റ്റ് ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇടയ്ക്ക് ഇതുപോലെ ഞാൻ മന്ത്ലി ക്ലീനിങ് ലിസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ട് ചെയ്യാറുണ്ടായിരുന്നു കേട്ടോ. അപ്പം കുറേ നാളായിട്ട് ഇപ്പോൾ അങ്ങനത്തെ ലിസ്റ്റുകളൊന്നുമില്ല. അപ്പം ഞാൻ വിചാരിച്ചു പയ്യെ നമുക്ക് ആ ഒരു ട്രാക്കിലോട്ടും കൂടി വരാമെന്ന് വിചാരിച്ചിട്ട് ആ ലിസ്റ്റ് ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇതിനിത് കൃത്യമായിട്ടുള്ളൊരു ലിസ്റ്റ് എനിക്ക് ഇതുവരെ ആയിട്ടില്ല കേട്ടോ. ഞാനിങ്ങനെ ഇടയ്ക്ക് എഴുതി വയ്ക്കും, പിന്നെയും ലിസ്റ്റ് ചിലപ്പോൾ ഞാൻ അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ വേറൊരു ടൈപ്പിലായിരിക്കും ചെയ്യുന്നത്. അല്ലാതെ എല്ലാ പ്രാവശ്യവും ഒരേപോലെ ഇരിക്കുന്ന
ക്ലീനിങ് ലിസ്റ്റ് അല്ല എനിക്ക് ഉണ്ടാവാറുള്ളത്. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ചില സമയത്ത് എനിക്ക് വേറെ ചില കാര്യങ്ങൾക്കായിരിക്കും ഫോക്കസ് കൊടുക്കാൻ തോന്നുക. അപ്പോൾ എന്തായാലും കുറച്ചൊരു അറൗണ്ട് 30 ഡേയ്സിൽ ഓരോ ടാസ്ക് വരുന്ന രീതിയിൽ ചെയ്തു വയ്ക്കും. പക്ഷേ എല്ലാ ദിവസവും കൃത്യമായിട്ട് ഇന്ന ദിവസം ഇന്ന ടാസ്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല കേട്ടോ. ചില ദിവസം എനിക്ക് പണി കൂടുതലായിരിക്കും, ചില ദിവസമായിരിക്കും നമുക്ക് ഫ്രീ കിട്ടുന്നത്, ചില ദിവസമായിരിക്കും ക്ലീനിങ്ങിന് മോട്ടിവേഷൻ തോന്നുന്നത്. അപ്പോൾ അതൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്യാറ്. ഇതിപ്പോൾ ഞാൻ റാൻഡമായിട്ട് കുറച്ച് ടാസ്കുകൾ ഇങ്ങനെ എഴുതി വെക്കുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് നമുക്കൊന്ന് നോക്കുമ്പോൾ അന്നന്ന് ചെയ്ത കാര്യങ്ങൾ നമുക്കത് ടിക്കിട്ട് പോവുകയും ചെയ്യാം. പിന്നെ നമുക്ക് ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്ന ചില സമയത്ത് ആലോചിക്കുമ്പോൾ പെട്ടെന്ന് ഇതിൽ നോക്കിയാൽ നമുക്കൊരു ഐഡിയ കിട്ടുമല്ലോ. ലിസ്റ്റിലുള്ള അടുത്ത ടാസ്ക്കാണ് ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കുക എന്നുള്ളത്. പ്രത്യേകിച്ച് നമ്മൾ ഈ എക്സസൈസ് ഒക്കെ തുടങ്ങിയതിന് ശേഷം, അതായത് ഇപ്പോൾ രാവിലെ ആണെങ്കിലും ഒരു വർക്കൗട്ട് ഉണ്ടെങ്കിൽ അപ്പോൾ തല വിയർക്കും. അതുപോലെ വൈകുന്നേരവും നമ്മൾ ഒരു 3/4 മണിക്കൂറൊക്കെ നടക്കുകയാണെങ്കിൽ അപ്പോഴും തല വിയർക്കും. അപ്പം എനിക്ക് ശരിക്കും പറഞ്ഞാൽ മുടി ഇതിന് മുന്നേ ആണെങ്കിൽ ഞാൻ പുറത്ത് നടക്കാനൊക്കെ പോയിരുന്ന സമയത്ത് ഞാൻ ചെമ്പരത്തിയും മുരിങ്ങയിലയൊക്കെ പറിച്ച് നല്ലപോലെ ഹെയർ പാക്കൊക്കെ ഇട്ടിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ കുറച്ചായിട്ട് എനിക്ക് മുടി തീരെ കെയർ ചെയ്യാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം ലൈബ്രറിയിലോട്ട് പോയപ്പോഴാണ് എനിക്ക് വീണ്ടും കുറച്ച് മുരിങ്ങയില കിട്ടിയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു പാക്ക് എന്തായാലും ഇടാം എന്ന് വിചാരിച്ചിട്ട് കുറച്ച് മുരിങ്ങയിലയും അതുപോലെ കുറച്ച് വേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് അരിച്ച് ഞാൻ തലയിൽ തേക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. മുരിങ്ങയിലയുടെ ഹെയർ പാക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒട്ടും ഒരു മെസ്സായിട്ട് തോന്നിയിട്ടില്ല അത് ചെയ്യുമ്പോൾ. അതുപോലെ ഉലുവ വെള്ളത്തിലിട്ടിട്ട് അതിൻ്റെ വെള്ളം തലയിൽ തേക്കലുണ്ട്. പക്ഷേ ഉലുവ അരച്ച് ഇതുവരെ തേച്ചിട്ടില്ല കേട്ടോ. അതും നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്കത് തലയിൽ ഇങ്ങനെ മുടിയിൽ പറ്റിപ്പിടിച്ചിരിക്കുമോ എന്നൊക്കെ ഭയങ്കര ഡൗട്ടാണ്. അതുപോലെ നമ്മുടെ മുട്ട തലയിലിടുന്നതും അതുപോലെ പഴം അടിച്ച് തലയിലിടുന്നതും ഭയങ്കര നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും എനിക്ക് ഇത് വാഷ് ചെയ്യുമ്പോൾ ബാത്റൂമിലിട്ട് വാഷ് ചെയ്യുകയാണെങ്കിൽ ആ ബാത്റൂമിൽ ഭയങ്കര സ്മെല്ലായിരിക്കും. ആ ഒരു ഒറ്റ കാര്യം കൊണ്ടാണ് എനിക്ക് മുട്ട വെച്ചിട്ടുള്ള ഹെയർ പാക്ക് ഇടാനൊരു മടി തോന്നിയിട്ടുള്ളത്. പിന്നെ കുറച്ച് ഈസി ആയിട്ട് തോന്നിയിട്ടുള്ള ഹെയർ പാക്ക് ഫ്ലാക്സ് സീഡ് ജെല്ലാണ്. ഫ്ലാക്സ് സീഡ് തിളപ്പിച്ചിട്ട് ശരിക്കും അത് അരിച്ചിട്ട് കിട്ടുന്ന ജെല്ലും കുറച്ച് ഈസി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുരിങ്ങയില അടിച്ച് അതിൻ്റെ നീരെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിൽ മുരിങ്ങയില അടിക്കാൻ വേണ്ടിയിട്ട് തേങ്ങാവെള്ളമാണ് കേട്ടോ യൂസ് ചെയ്തത്. അപ്പോൾ തേങ്ങാവെള്ളം അപ്പം അവൈലബിൾ ആയിരുന്നു. അപ്പോൾ ഞാൻ അതാണ്. അപ്പോൾ അങ്ങനെ തേങ്ങാവെള്ളം അവൈലബിൾ ആണെങ്കിൽ അത് എന്തായാലും ചേർക്കുക. തേങ്ങാവെള്ളം ഒത്തിരി നല്ലതാണ്. അതുപോലെ ഇതൊന്ന് കുറച്ച് കട്ടിയായിട്ട് കിട്ടാൻ നമുക്ക് തേക്കാൻ എളുപ്പം ഇച്ചിരി കട്ടിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇച്ചിരി തൈരും കൂടി ചേർക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊരു നല്ലൊരു കോമ്പിനേഷനാണ്. തൈരും നമ്മുടെ ഡാൻഡ്രഫ് പോകാനും അങ്ങനെയൊക്കെ നല്ലൊരു ഐറ്റമാണ്. അപ്പം ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്ത ഒരു കോമ്പിനേഷനാണ് ഇത്. അപ്പോൾ ഇതിനകത്ത് മുരിങ്ങ, പിന്നെ വേപ്പിലയുണ്ട്, തേങ്ങാവെള്ളം, അതുപോലെ തൈര്. ഈ ഒരു പാക്ക് എനിക്ക് സ്ഥിരമായി തേക്കാനൊന്നും പറ്റില്ല കേട്ടോ, കാരണം മുരിങ്ങയില എപ്പോഴും അവൈലബിൾ അല്ല. അപ്പം നമുക്ക് ഇതിൽ ചെയ്യാവുന്നത് വേപ്പില യൂസ് ചെയ്യാം, പിന്നെ അതുപോലെ തേങ്ങാവെള്ളം നമുക്ക് എപ്പോഴും കിട്ടുമെങ്കിൽ അത് യൂസ് ചെയ്യാം, തൈര് യൂസ് ചെയ്യാം. അപ്പം മുരിങ്ങയില, ചെമ്പരത്തിയിലയൊക്കെ അവൈലബിൾ ഉള്ള ആൾക്കാർ അതൊക്കെ യൂസ് ചെയ്താൽ ഒത്തിരി നല്ലതാണ്. അതുപോലെ പേരയിലയും നല്ലതാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഹെയർ പാക്ക് ഇടുമ്പോൾ നമ്മൾ ഏത് എണ്ണയാണോ യൂസ് ചെയ്യുന്നത് അതൊന്ന് തലയിൽ തടവിയതിന് ശേഷം ഹെയർ പാക്ക് ഇടുന്നതാണ് എപ്പോഴും നല്ലത്. ശീലമില്ലാത്ത ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ തലനീര് ഇറങ്ങിയിട്ട് പണിയൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ സൂക്ഷിച്ച് വേണം ഹെയർ പാക്ക് ഇടാൻ. ഇനി എൻ്റെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ലഞ്ചിൻ്റെ ബാക്കി പ്രിപ്പറേഷൻസ് അങ്ങ് കംപ്ലീറ്റ് ചെയ്ത് ലഞ്ച് അങ്ങ് റെഡിയാക്കണം. അപ്പോൾ അതാ വൻപയർ വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അതൊന്ന് ഒലത്തിയെടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സവാള നന്നാക്കി എടുക്കുകയാണ്. പെട്ടെന്ന് തന്നെ നമുക്കത് ആക്കിയെടുക്കാൻ പറ്റുമല്ലോ. പെട്ടെന്ന് നമുക്കൊരു വെജിറ്റബിൾ എന്തെങ്കിലും ഒന്ന് ആക്കിയെടുക്കണമെങ്കിൽ നമ്മൾ ചെയ്യുന്നൊരു പരിപാടിയാണല്ലേ, ചെറുപയറോ വൻപയറോ ഒലത്തിയെടുക്കുക. പിന്നെ ഇത് നേരത്തെ ഒന്ന് കുതിർത്ത് വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പം ഉണ്ടാവും. അതല്ലെങ്കിൽ കഴിക്കാനൊരു സുഖം ഉണ്ടാവലില്ല. നമ്മളിങ്ങനെ ചൂടുവെള്ളത്തിൽ പെട്ടെന്ന് വേവിച്ചെടുക്കാനൊക്കെ നോക്കുമ്പോഴത്തേനും എനിക്ക് അത്ര അങ്ങ് ടേസ്റ്റി ആയിട്ട് തോന്നലില്ല. പക്ഷെ നമ്മൾ നേരത്തെ തന്നെ കുതിർത്ത് വെച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ സംഭവം നല്ല ടേസ്റ്റി തന്നെയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയായി. സവാള വഴന്നു വരുന്നൊരു സമയമല്ലേ വേണ്ടൂ, കാരണം നമ്മൾ ഓൾറെഡി വൻപയർ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ച് ഉപ്പ് കുറവ് തോന്നി. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പിട്ടിട്ട് ഒന്ന് ഇളക്കിയെടുക്കുകയാണ്.
അപ്പോൾ അത് റെഡിയായി. ചോറ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ ലെഫ്റ്റ് ഓവർ കറികളൊക്കെ ഉണ്ട് കേട്ടോ. മോര് കറി ഇരിപ്പുണ്ട്, പിന്നെ അതുപോലെ മട്ടൻ്റെ ലിവർ വരട്ടിയതുണ്ട്. പിന്നെ എനിക്ക് മട്ടൻ കഴിക്കാൻ പറ്റില്ല, അപ്പോൾ കുറച്ച് ചിക്കൻ്റെ ലെഫ്റ്റ് ഓവർ ഇരിപ്പുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് എളുപ്പമാണ്. അപ്പോൾ ഞാൻ യൂഷ്വലി അങ്ങനെയാണ് ചെയ്യുന്നത്. കറികൾ ബാക്കിയുണ്ടെങ്കിൽ നമ്മൾ അതൊക്കെ അടുത്ത ദിവസത്തിന്, മോര് കറിയൊക്കെ എന്തായാലും അടുത്ത ദിവസത്തിന് ഉപയോഗിക്കും കേട്ടോ. അപ്പോൾ ബാക്കിയും കൂടി നമുക്ക് ടിക്ക് ചെയ്യാം. ഹെയർ പാക്ക് ചെയ്തു. അതുപോലെ ഏകദേശം ലഞ്ചും പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടുണ്ട്. മെഴുക്ക് പുരട്ടി റെഡിയായി, ബാക്കി സംഭവങ്ങളൊക്കെ ചൂടാക്കി റെഡിയാക്കി വെച്ചപ്പോൾ നമ്മുടെ പരിപാടി ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ചെയ്യാത്തത്, ഞാൻ തംബ്നെയിൽ റെഡിയാക്കാൻ എനിക്ക് സമയം കിട്ടിയില്ല കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ലിസ്റ്റൊക്കെ ഒന്ന് ഫുള്ളി ഫിനിഷ് ആകുമ്പോഴത്തേനും ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ആണല്ലേ. അപ്പോൾ ഞാൻ അവിടെ ഒരു കോട്ട് എഴുതി വെച്ചു കേട്ടോ. സ്റ്റാർട്ടിങ് സ്ട്രോങ് ഇസ് ഗ്രേറ്റ്, ഫിനിഷിങ് സ്ട്രോങ് ഇസ് എപ്പിക് എന്ന് പറഞ്ഞിട്ട്. അപ്പം എനിക്ക് ഇതുപോലത്തെ ഉള്ള കോട്ട്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ എന്തായാലും അതും കൂടി അങ്ങ് എഴുതി വെച്ച് നമുക്ക് മനസ്സിന് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ആണല്ലേ ഇങ്ങനെ ലിസ്റ്റ് ഫുൾ കംപ്ലീറ്റ് ആക്കി കഴിയുമ്പോൾ. പക്ഷെ ഞാൻ എഴുതിയ ടൈമിന് എനിക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. ഞാൻ 12:30ക്കാണ് എൻ്റെ പണികൾ തീർക്കണമെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷേ എനിക്ക് നമ്മുടെ വീഡിയോ, നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന വീഡിയോ എനിക്ക് കറക്റ്റായിട്ട് ലോഡ് ആവുന്നുണ്ടായിരുന്നില്ല. പിന്നെ അതുപോലെ ഉദ്ദേശിച്ച സമയത്ത് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞുമില്ല. അപ്പോൾ അതൊക്കെ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചതിലും ഒരു മണിക്കൂർ എനിക്ക് ഡിഫറൻസ് വന്നിട്ടുണ്ട്. പക്ഷേ സാരമില്ല, ബാക്കി എല്ലാ ജോലികളും വിചാരിച്ച പോലെ ചെയ്യാൻ പറ്റുമല്ലോ. പ്രത്യേകിച്ച് നമ്മൾ ഈ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ക്ഷീണമാണ്. അപ്പോൾ നമ്മളിങ്ങനെ ലിസ്റ്റിൽ ടിക്ക് ചെയ്യാനുള്ള അത് നമ്മുടെ ഒരു മോട്ടിവേഷനാണല്ലോ. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ടു ഡു ലിസ്റ്റൊക്കെ ചെയ്ത് പണികൾ തീർക്കാൻ ഇഷ്ടമുള്ള ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റിൽ പറയണം. ഈ കമൻസും ലൈക്സും ഒക്കെയാണ് വീഡിയോ ചെയ്യാനുള്ള നമ്മുടെ ഒരു മോട്ടിവേഷൻ. പുതിയൊരു വീഡിയോയിൽ ഉടനെ കാണാം. അതുവരേക്കും ബൈ.